സർ അതേപോലെ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വരുന്നവരുണ്ട്, അതേപോലെ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവർ. ഇവർക്ക് ആർക്കായിരിക്കും ഈ പ്ലേസ്മെന്റ് കൂടുതലും കിട്ടുന്നത്? ശരിക്കും പറഞ്ഞാൽ ഡിമേക്കിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇവിടെ വന്നിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാർ ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, മൾട്ടിമീഡിയ രംഗത്തൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇതിൽ ഞാൻ പ്രൗഡായിട്ട് പറയും, ഒരു കാരണവശാലും ഇന്റേൺഷിപ്പ് ചെയ്യുന്നവർക്ക് യാതൊരു രീതിയിലുള്ള ഒരു പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും ഡിമേക്ക് ഓഫർ ചെയ്യുന്നില്ല. ഒരു പ്ലേസ്മെൻറ്റ് തരാം അല്ലെങ്കിൽ ജോലി തരാൻ ഞങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യൂ എന്ന് എവിടെയും ഡിമേക്കിൻ്റെ ഇന്റേൺഷിപ്പിൻ്റെ ഒരു മാൻഡറി ആയിട്ടുള്ള ഒന്നിലും നമ്മൾ കൊടുത്തിട്ടില്ല. ബട്ട് ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്ത് കംപ്ലീറ്റ് ആയി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഈ പറയുന്ന രീതിയിൽ ഒന്നെങ്കിൽ നമ്മളെ സൈഡിൽ നിന്ന് പ്ലേസ്മെൻറ്റ് കിട്ടിയവരുണ്ട്. അത് കോഴ്സിനെക്കാട്ടി കൂടുതൽ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് എവറിത്തിങ് ഡിപ്പെൻഡ് അപ്പോൺ കോഴ്സ്. സെക്കൻഡറി കോഴ്സ് കഴിഞ്ഞിട്ട് പ്ലേസ്മെൻറ്റ് വേക്കൻസീസ് വരുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹാൻഡ് ഓവർ ടു ദ ഇന്റേൺഷിപ്പ് ടീം. ആ ഇന്റേൺഷിപ്പ് ടീമിൽ നിന്ന് സെലക്ട് ആയവരുണ്ട്. അതുകൊണ്ട് കോഴ്സിന് വി ആർ പ്രൊവൈഡിങ് 100% വി ആർ പ്രൊവൈഡിങ് പ്ലേസ്മെൻറ്റ് സപ്പോർട്ട്.